ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീക്കിലി അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ന്യായം ചലഞ്ച് തുടങ്ങിയായിരുന്നു. അപ്പം ന്യായം ചലഞ്ച് തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് ആണെങ്കിലും ബുക്ക് ചെയ്ത് മാറുക. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച പരീക്ഷിക്കുക. ആ പരീക്ഷിച്ചിട്ട് ആ ഒരാഴ്ച എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ഒത്തിരി പേര് പേഴ്സണലായിട്ടും അല്ലാതെയും എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇത് നന്നായിട്ടുണ്ട്, ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. കുറച്ച് പേര് കമൻറ്റ് ചെയ്തത് ഞങ്ങൾക്ക് പിന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ന്യായത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അഥവാ ലോസ് ആണെങ്കിലും അപ്പോൾ തന്നെ ആ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. നേരത്തെയൊക്കെ ഞങ്ങൾ ലോസ് ഹോൾഡ് ചെയ്യുമായിരുന്നു, ഇനിയും കയറും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞങ്ങളത് ഹോൾഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുമായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറി, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നമ്മൾ പോൾ ഇട്ടപ്പം അതിൽ ഏകദേശം 29 പേരോളം പ്രോഫിറ്റിൽ ഈ വീക്കിൽ അവർ ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 18 പേരോളം ലോസ് ബുക്ക് ചെയ്തു. നോ പ്രോബ്ലം, അത് നിങ്ങൾ പ്രോഫിറ്റ് ലോസ് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഒരു ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്നതുള്ള അല്ല ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. പിന്നെന്താണ്, നമ്മൾ ഇതിനകത്തൊരു ഒരു സംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സംയമനം പാലിക്കുന്നു, ആ സംയമനം പാലിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡിനകത്ത് നമ്മൾ വിജയിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ വേറെ അങ്ങനെയുള്ള പരിപാടി, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ പരിപാടി അത് പിന്നാണ്, അത് തന്നെ ഉണ്ടായിക്കോളും. മനസ്സിലായോ? പ്രോഫിറ്റ് പിന്നെ ഉണ്ടാകും. നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യം എന്താ പറയുക, ഒരു ഇരുത്തം വരണം. അതാണ് പച്ച മലയാളം പറഞ്ഞാൽ. ട്രേഡിങ്ങിനകത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇരുത്തം വരണം. ആ ഇരുത്തം വന്നതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാൻ പറ്റും. പക്ഷേ ആ ഇരുത്തത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഒരു മാസം, നിങ്ങൾ ഈ ഡിസംബർ മാസം മുഴുവൻ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനമാകും. ഈ ഡിസംബർ മാസം നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടിലൊന്നിൽ തീരുമാനമാകും. അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾ പല പരിപാടികളും നിങ്ങൾ ശ്രമിച്ചു നോക്കി, അതിലൊരു പരിപാടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത് വിജയിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പം എനിക്കതിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ഞാൻ വായിച്ചു. സാറേ, ഞങ്ങൾ ഈ സാധാരണഗതിയിൽ ട്രേഡ് ചെയ്യുന്ന ആഴ്ചയുടെ അവസാനം പോക്കറ്റ് കാലിയായിട്ടാണ് ഇറങ്ങാറുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം ഈ ആഴ്ചയിൽ ഇച്ചിരി മിച്ചം വന്നു എന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു. അതെനിക്ക് ശരിക്കും ഞാൻ ചിരിക്കുകയും ചെയ്തു, ചിന്തിപ്പിക്കുകയും ചെയ്തു. ശരിയാണ് പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും 5000-10,000 കൊണ്ടുവരും, അത് ആറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ പോവുക ചെയ്യാറ് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളിങ്ങനെ കൃത്യമായി ലോസ് അല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കുറച്ച് പൈസയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ബാലൻസ് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഒരു അച്ചീവ്മെൻറ്റാണ്. മനസ്സിലായി? അത് തന്നെ ഒരു അച്ചീവ്മെൻറ്റാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഒരു മാസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രാജുവലി നിങ്ങൾക്ക് വളർന്ന് വരാം. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര പോയിൻ്റ് നമുക്ക് ഗെയിൻ അല്ലെങ്കിൽ എത്ര പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും നിങ്ങളൊരു കാര്യം പറയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിൻ്റ് കണക്കില്ല, പൈസയുടെ കണക്കില്ല. അവിടെ എല്ലാം ശതമാന കണക്കാണ്. മനസ്സിലായി? പേഴ്സൻറ്റേജ് വൈസിലാണ്. പിന്നെ നമ്മളുടെ നഷ്ടമായാലും ലാഭമായാലും നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് വൈസിലാണ് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഡീപ്ലോയ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ അതായത് നിങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിഫ്റ്റി ഒരു ലോട്ട് മേടിക്കും, 100 രൂപ വിലയുള്ള ഒരു ലോട്ട് നിഫ്റ്റി നിങ്ങൾ വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയാണ്. ഈ 2500 രൂപയുടെ 10% എത്രയാണ്? 250 രൂപ. 15% എത്രയാണ്? 375 രൂപ. അപ്പം നിങ്ങൾ 100 രൂപയുടെ ഒരു ലോട്ട് നിഫ്റ്റി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 250 രൂപയെ 375 രൂപയ്ക്ക് അകത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കണം. പക്ഷേ നമ്മുടെ പരിപാടി എന്തുവാ, 2500 ഞാൻ ഇട്ടു, എനിക്കൊരു 1500 മിനിമം കിട്ടണം എന്നുള്ള ധാരണയോടാണ് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് എന്ത് കിട്ടും? കൊലയോടെ പോകും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾ വിചാരിക്കും,
375 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ തരുന്നത്. നിങ്ങൾ മുടക്കി 2,500 രൂപയേ ഉള്ളൂ. മുടക്കിയത് 2,500 രൂപയേ ഉള്ളൂ. ആ 2,500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടത് 250 രൂപ അല്ല 300 രൂപ അല്ല 350 രൂപയാണ് നിങ്ങൾക്ക് ആകെ കിട്ടേണ്ടത്. അതിന് നിങ്ങൾ 1000 വേണമെന്ന് പറഞ്ഞ് ശടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ 250 അല്ലെ 300 രൂപ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നിങ്ങൾ അതിൽ കൂടുതൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. മനസ്സിലായി പറഞ്ഞു. അപ്പം ശതമാന കണക്കാണ് നിങ്ങൾ ഇറക്കുന്നത്. ഇപ്പം നിങ്ങൾ 10,000 രൂപ ഇറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000, 1,500 രൂപ വരെ സഹിക്കാം. 10,000 രൂപയുടെ സാധനമാണ് നിങ്ങൾ മേടിക്കുന്നത്. ഇപ്പോൾ 2, 3, 5, 10 ലോട്ട് മേടിച്ചു. ഇപ്പോൾ 10 ലോട്ട് 4 ലോട്ട് മേടിച്ചു, 10,000 രൂപയായി. അപ്പം നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ല, നിങ്ങളുടെ സഹിക്കാവുന്ന ലോസ് എത്രയാണ്? 2,000, 1,000 രൂപ അല്ല 1,500 രൂപയാണ് മൊത്തത്തിൽ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഇറക്കുന്ന പൈസയുടെ 10% അല്ലെ 15% അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ആയിരിക്കണം നിങ്ങളുടെ സഹിക്കബിൾ ലോസ്. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായം ചലഞ്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, കണ്ടിട്ടുള്ളവർ ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും വാട്സപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്. ലൈവ് മാർക്കറ്റിൽ നമുക്ക് അപ്ഡേഷൻസൊക്കെ അവിടെ ലഭിക്കും. പിന്നെ ഈ ആഴ്ച ഞാൻ പറ്റുമെങ്കിൽ ഈ ആഴ്ച ഒരു ദിവസം ലൈവ് ട്രേഡിങ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ച എൻ്റെ ഡ്യൂട്ടിയുടെ ഇതുകൂടെ നോക്കിയിട്ട് ഒരു ദിവസം, ഏതെങ്കിലും ദിവസം ഞാൻ തലേദിവസം ഞാൻ പറയാം. ഓക്കെ, ഒരു ദിവസം നമുക്ക് ലൈവ് ട്രേഡ് ചെയ്യാം. ഞാൻ ലൈവ് ട്രേഡ് ഇതുവരെയും ചെയ്തിട്ടില്ല. അതെങ്ങനെ ലൈവ് പോകുന്ന പോലും എനിക്കറിയത്തില്ല. ഞാൻ അത് യൂട്യൂബിൽ നോക്കി പഠിക്കണം. പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ലൈവ് ട്രേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കണേ. കാരണം ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കണം. ആരെല്ലാം പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ പണി പെട്ടെന്നാകുമല്ലോ. അപ്പം അതിലൂടെ നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഈ ആഴ്ച ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ലൈവ് ട്രേഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീക്ക്ലി അനാലിസിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്ക്ലി അനാലിസിലോട്ട് വരാം. അപ്പം വീക്ക്ലി അനാലിസിൽ നമ്മൾ ആദ്യം മിഡ് ക്യാപ്പാണ് എടുക്കുന്നത്. മിഡ് ക്യാപ്പിൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് 2 വീക്കെൻഡിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും അവസാന 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ സോണിലെത്തും മിഡ് ക്യാപ്പ്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ എങ്കിലും ഞാൻ അനാലിസിസ് പറഞ്ഞേക്കാം. അപ്പം മാർക്കറ്റിൽ ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇതിപ്പോൾ നമ്മുടെ ഡേ ചാർട്ട് ഓർമ്മയുണ്ടല്ലോ, പഴയ ഡേ ചാർട്ട് ആദ്യം വന്നവർക്കൊക്കെ ഓർമ്മ കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേ ചാർട്ട്. വളരെ നാളുകളായിട്ട് കറക്റ്റായിട്ടിത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ കൂടെയാണ് മിഡ് ക്യാപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ അവസാന സമയങ്ങളായപ്പം അതായത് ഒക്ടോബർ മാസം മുതൽ ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം നമ്മുടെ ഈ ചാനലിൽ നിന്ന് പുറത്ത് ചാടി വീണ്ടും അത് തിരിച്ചൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഡേ ബേസിസിൽ. ഓക്കെ, നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഒന്നുകിൽ ഈ ട്രെൻഡ് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. ഓക്കെ, ഒന്നുകിൽ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ പോകണം. വരച്ച് കാണിക്കാം. ഒന്നുകിൽ ഈ ട്രെൻഡ് ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് താഴോട്ട് വരണം, ബ്രേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഈവൻ ബ്രേക്ക് ചെയ്യണം മോളോട്ട്. മനസ്സിലായോ? ഒന്നുകിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണം മോളോട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണം താഴോട്ട്. ഈ 2 ബ്രേക്ക് ക്രൂഷ്യലാണ് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ വീക്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡേ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്കൊരു മൂവ് ഇവിടം വരെ നമുക്ക് കാണാം. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെയാണ്. ഇല്ല, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ്. മനസ്സിലായി? അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് നമുക്ക് കറക്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടത് മിഡ് ക്യാപ്പിനകത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അപ്പം അടുത്ത ആഴ്ച ഈ പറയുന്ന പോലെ ആരാണ് പെർഫോം ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഞാൻ ഇതിനകത്തിൽ എഴുതിയ പോലെ ബുള്ളാണോ അതോ ബെയേഴ്സാണോ പിന്നെ പട നയിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അടുത്ത ആഴ്ച. കാരണം മാർക്കറ്റ് ഇന്ന് വെള്ളിയാഴ്ച ആക്ച്വലി ഈ CRR കട്ട് 0.5 ബേസിസ് പോയിൻ്റ് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തെങ്കിലും മാർക്കറ്റ് അതിനോട് എന്ത് ചെയ്തില്ല, പ്രതികരിച്ചില്ല. ഓക്കെ, ഗുണമായിട്ടും പ്രതികരിച്ചില്ല, ദോഷമായിട്ടും പ്രതികരിച്ചില്ല. അത് നമ്മൾ പേടിക്കണം. കാരണം നമ്മൾ ഈ നാടൻ ഭാഷ പറയാതില്ലേ, അനങ്ങാതെ നിൽക്കുന്ന പട്ടി
അതായത് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുക, ഇത് പട്ടി കുരയ്ക്കത്തുമില്ല, എന്നാൽ തിരിഞ്ഞിട്ട് പോകുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന പട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേടിക്കണം. എന്താ എന്താ കാര്യം എന്നറിയാമോ? ചിലപ്പോൾ ഇവൻ വന്ന് പമ്മി നമ്മളെ വന്ന് കടിച്ചിട്ട് പോകും. മനസ്സിലായോ? നമ്മളെ പമ്മി എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇന്നലത്തെ വാർത്തയോട് മാർക്കറ്റ് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അത് മാത്രമല്ല, FIIs എത്ര വിറ്റു? ഏതാണ്ട് 1700 സംതിങ് രൂപയ്ക്ക് കോടിക്കങ്ങാണ്ട് വിറ്റു. കറക്റ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും പിന്നെ അവർ സെല്ലിങ് മോഡിലായിരുന്നു. അപ്പം അത് നമ്മൾ പേടിക്കണം. അപ്പോൾ നമ്മൾ 2 ദിവസം FIIs നമ്മളെ പറ്റിക്കുമായിരുന്നു അല്ലേ? അപ്പം ഇനി എന്താണ് സംഭവിക്കുന്നത് ഞാൻ നോക്കിയോടെ കറക്റ്റ് 1830 കോടി രൂപയ്ക്ക് അവർ വിറ്റു. ഓക്കെ, DIs വലിയ രീതിയിലൊന്നും മേടിച്ചുമില്ല. 1659 അതിനെ മേടിച്ചിരുന്നത്. അപ്പം നെറ്റ് മൈനസ് ആണ് സെല്ല്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഈ മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിന് അതിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഇത് രണ്ടും ക്രൂഷ്യലാണ്. ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നുള്ളത് അന്നേരത്തെ ട്രെൻഡിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡേയിലുള്ള ലൈൻ അങ്ങ് വരച്ചേക്കാം, എന്നിട്ട് നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇതൊരു സംഭവം, ഈ ഒരു പോയിൻ്റാണ് ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തേത് ഓൾ ടൈം ഹൈ ആണ്. ഇതാണ് ഓൾ ടൈം ഹൈ. ഓക്കെ, ഈ 2 പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലോട്ട്. പിന്നെ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു ഡേ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നൽകി ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ വന്ന റെഡ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിന് താഴെ ക്ലോസിങ് വന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും നോക്കാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ ഗ്രീൻ ക്യാൻഡിലിന് താഴെ ഒരു ക്ലോസിങ്, ഇതിനെ ഓവർലാപ്പ് ചെയ്തൊരു ക്ലോസിങ് വന്നിട്ടില്ല. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലാണ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം വന്നിരിക്കുന്നത് ഡോജി അല്ല, ഇതിനെന്താ പറയുന്നത്, ഒരു സ്പിന്നിങ് ടോപ്പ് എന്നോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു പേര് പറയാം, നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചു. അപ്പോൾ ഈ ക്യാൻഡിൽ കാണിക്കുന്നത് ഒരു അനിശ്ചിതാവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാർക്കറ്റിൻ്റെ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രെൻഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഈ 2 സംഭവം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 404, 206 ഇതാണ് മേജർ സംഭവം. പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് അത് നമുക്കിപ്പം ഇൻട്രാഡേ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തിൽ വരയ്ക്കാം. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. താഴത്തെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോയാണ്. ഈ ലോ ഇതാണ് താഴത്തെ മെയിൻ സപ്പോർട്ട്. ഇതാണ് താഴത്തെ മെയിൻ ലോ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തിലാണ്. ഇത് വേണമെങ്കിൽ ഞാൻ ഇച്ചിരി വലുതാക്കിയേക്കാം. ഇത്രയാണ് ഒരു മെയിൻ സംഭവം. താഴത്തെ ഇതും മുകളത്തേത് ഇതും. ഓക്കെ, ഈ 2 ലൈൻ നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ഇതിനകത്തിൽ നിങ്ങൾ വരച്ചിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലാഗാണ്, നിങ്ങൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡേ വൈസസിൽ നമുക്ക് പറയാനുള്ള. മുകളിലോട്ട് പോകുന്ന ടാർഗറ്റ് 13,404, താഴോട്ട് 12,460. ഒരു വൈഡ് റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തുവാ ഒരു വലിയ മൂവ് നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേ 5 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ വെയിറ്റേജ് സ്റ്റോക്ക് കൂടെ നോക്കിയേക്കാം. വെയിറ്റേജ് സ്റ്റോക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഹോട്ടൽ നല്ല രീതിയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ, ഒരു പിടിയും തരാതെ രീതിയിൽ നല്ല രീതിയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എനിവേ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ സാധനം താഴെ വരും. അടുത്ത പെർസിസ്റ്റൻസ് സിസ്റ്റം പണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ ഇതുവരെയായിട്ട് അത് ബ്രേക്ക് ആയിട്ടില്ല. കണ്ടോ ആ ട്രെൻഡ് ലൈൻ. അപ്പോൾ അത് ഏത് നിമിഷം അത് ഒന്നുകിൽ ബ്രേക്ക് ആകും അല്ല തിരിച്ചു വരണം. ഓക്കെ, അടുത്ത കോഫോർജ് നല്ല പെർഫോമൻസ് നിൽക്കുകയാണ്. ഓരോ ദിവസവും മേലോട്ട് പുതിയ ഹൈകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. കുമിൻസ് വളരെ ബെയറിഷാണ്. കുമിൻസ് ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ബേസ് ലൈൻ പൊട്ടിച്ചിട്ടില്ല. ഈ ബേസ് ലൈൻ പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സ്വിങ് ഓപ്പർച്യൂണിറ്റി
കൊമിൻസിനകത്തിലുണ്ട്. അടുത്തത് ലൂപ്പിൻ വലുതായിട്ട് നമ്മൾ നോക്കാറില്ല, എങ്കിലും ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് തിരിച്ച് കയറുന്നൊരു സംഭവമാണ്. ഫെഡറൽ ബാങ്ക് ഓൾ ടൈം ഹൈ ഒക്കെ പോയിട്ട് നേരെ തിരിച്ച് താഴോട്ട് വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അടുത്ത HDFC AMC അതോടെ നോക്കിയാൽ മതി. HDFC AMC നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാം ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ 4200 വരെയൊക്കെ വരാനുള്ള 250 വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇത്രയാണ് വെയിറ്റേജ് സ്റ്റോക്കിൻ്റെ സംഗതികൾ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇനി നമുക്ക് 5 മിനിറ്റ്സിൽ ഇൻട്രാഡേ നോക്കാം. 5 മിനിറ്റ്സിൽ നമുക്ക് നാളത്തേക്കുള്ള ലെവലുകൾ ട്രേഡ് ചെയ്യുന്നവർക്ക് ചെയ്യാമല്ലോ. നമുക്ക് അതിൻ്റെ ലെവലുകൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് ഈ ലോ തന്നെ നമുക്ക് വെക്കാം, ഈ ലോ തന്നെ വെക്കാം. ഇത് കറക്റ്റ് ലോ ആയത്. ഓക്കെ, അപ്പോൾ 987 955 ഇതിനകത്ത് ഇത് നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താലേ അടുത്ത പരിപാടി നമുക്ക് നോക്കാൻ പാടുള്ളൂ. അതിനുശേഷം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഒരു ഒരു സപ്പോർട്ടാണ് ഈ സാധനം. ഓക്കെ, അത് രണ്ണ് താഴത്തേത് ഇവിടെ ക്ലിയറായിട്ട് ഇവിടെ കിടപ്പുണ്ടെല്ലാം, പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇതാണ് അടുത്തത്. ഈ രണ്ടെണ്ണേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ നമുക്ക് താഴോട്ട് നോക്കാൻ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും മിഡ് ക്യാപ്പ് വലിയ പിടുത്തമില്ലെന്ന് മനസ്സിലായി, അറിയാം. അപ്പോൾ ഇത് നോക്കിക്കേ, 12911 താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് 12873 പിന്നെ അടുത്ത് വരുന്നത് 12792, പിന്നെ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് സംഭവം. ഈ ഹൈയും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് വരച്ചിട്ടേക്കാം. ഈ ഹൈ ഇത്രയും കിടക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള സംഭവം. ഇതിനകം നോ ട്രേഡിംഗ് സോണാണ്, ഇതിനകത്ത് ട്രേഡ് ഇല്ല. ഫസ്റ്റ് ടാർഗറ്റ് ഇതിനകത്ത് ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തട്ടി തിരിച്ച് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് നോക്കാം. അല്ല, ഇവിടെ വരെ മുകളിൽ പോയിട്ട് നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുവാണെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, മേലോട്ട് ഒറ്റ ലൈനേ ഉള്ളൂ, താഴോട്ടൊന്നും ഇല്ലേ. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഇത് അതല്ല, ഇതാണ് എൻ്റെ സംഭവം വേണ്ടിയത്, ഈ ലൈൻ. ഓക്കെ, അതിന് ശേഷമുള്ള ലൈൻ ഇതാ. നിങ്ങൾ നോക്കി ഇതെങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നതെന്ന്, പക്ഷേങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി 5 മിനിറ്റിലോട്ട് മാറാം. ക്ലിയറായിട്ട് നിങ്ങൾക്ക് വര കിട്ടിയില്ലേ? അപ്പോൾ വര ഇഷ്ടം പോലെ വരയായി. ഓക്കെ, അടുത്ത ടാർഗറ്റ് ഇത് ഇവിടെ ഇങ്ങോട്ട്, അടുത്ത ടാർഗറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത്രയും മതി. ഇനിയും പോകണോ? ഒന്ന് വരച്ചിട്ടേക്കാം, വരയ്ക്കുന്നതിന് നമുക്ക് പാടൊന്നുമില്ലല്ലോ. ഓക്കെ, മുകളിലോട്ട് ഇത്രയും. ഓക്കെ, ഇത് നോ ട്രേഡിംഗ് സോണാണ്. താഴോട്ട് ഇത് ഒന്ന് കളർ മാറ്റാം, രണ്ടാമത്തേത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഈ ട്രെൻഡ് പൊട്ടിച്ചാൽ പിന്നെ 8ൻ്റെ പണിയാണ്. ഒരെണ്ണോട് കിടക്കട്ടെ. അടുത്തത് ഇത് ഇവിടം വരെ 12732. ഓക്കെ, ബാക്കി വേണേൽ പിന്നെ നമുക്ക് അന്നേരം വരയ്ക്കാം. അറിയാമല്ലോ, അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയേണ്ടല്ലോ, ഇത് നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കാം. ഓക്കെ, നമുക്കിനി നിഫ്റ്റിയിലേക്ക് വരാം. എല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം കൂടെ മനസ്സിലാവും. എല്ലാവരും വരച്ചിട്ട പണ്ടൊരു സംഭവം ഉണ്ടല്ലോ, എന്തുവാണ്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ ഇങ്ങനെ വന്നു പോയ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ നോക്കിക്കേ, ഉണ്ടോ? ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സും വരച്ച് കാണിച്ച ഒരു സംഭവമാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ. ഇതിൻ്റെ കോള് ഏകദേശം തീരാറായി. എങ്ങനെ തീരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക.
ഓക്കെ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഈ സംഭവം, ഈ ട്രെൻഡ് ലൈന്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾ ടൈം ഹൈ ആണ്. ഇതാണ്, മനസ്സിലായോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ എല്ലാവരും പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ഇതിവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടും. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രെൻഡ് ലൈനെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് ഈ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഓൾ ടൈം ഹൈ. ഇത്രയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മാർക്കറ്റിനകത്തിൽ. ഇല്ല, ഇനി ബെയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൽ തന്നെ പറഞ്ഞു ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോകുമോ, ഇല്ലെങ്കിൽ നേരെ തിരിച്ചിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സപ്പോർട്ട്. ഇതാണ് നമുക്ക് നിഫ്റ്റിക്കകത്തിൽ ഡേ വൈസിൽ നമുക്ക് പറയാനുള്ളത്. ഒരു വീക്കിൽ ഈ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പറയാനുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മാർക്കറ്റ് RBI പോളിസിയോട് പ്രതികരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. ഈ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, അവർ കൂടുതലൊന്നും പ്രതികരിക്കത്തില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഭയങ്കര കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഒന്നും പ്രതികരിക്കത്തില്ല, ഒന്നും പറയത്തില്ല, എല്ലാം ചിരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തലയാട്ടി കാണിച്ച് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവരെ പേടിക്കണം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അവർ കുറേ കഴിയുമ്പോൾ അങ്ങ് ശാന്തമാകും. പക്ഷേ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം ഇവർ പൊട്ടിത്തെറിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു വയലൻ്റ് മൂവ് ആയിരിക്കും, പിന്നെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭാഷ പറയുവാണെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പനിയിലൊക്കെ ചില മുതിർമാരുണ്ട്. അപ്പോൾ ചില മുതിർമാർ ചില കേസിനകത്തിൽ അവർ തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര സോഫ്റ്റ് കോർണർ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ പരിഗണിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടെല്ലാം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്, ചിലപ്പോൾ പുള്ളി നമുക്ക് എന്തെങ്കിലും ചെയ്യുമായിരിക്കുന്നത്. പക്ഷേ ഈ നെക്സ്റ്റ് ഡേ വരുന്ന പണി 8ൻ്റെ പണിയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തിലെ അതിനെ ഞാൻ ഇതിനോട് കമ്പയർ ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ അനാലിസിസ് നടത്തുന്നതോ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളോട് ഈ നിഫ്റ്റിയുടെ അനാലിസിസ് ഒക്കെ പറയുന്നതേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശൈലിയിലായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളെ പെട്ടെന്ന് അപഗ്രഥിക്കാനും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു നാടൻ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സൂചിക്കാഴിക വരും. എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകണം. എൻ്റെ ഒരൊറ്റ എയിം അതേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതിന് വലിയ പ്രൊഫഷണലിസം ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് അത് ഒരു അരുതാഴിക പോലെ തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്തുവാണ്, എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾക്ക് മാർക്കറ്റിനെ വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാകണം, അത്ര മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് വന്നതിന് ഐ ഡോണ്ട് കെയർ, നോ പ്രോബ്ലം. ഇതിനെ വലിയ ഒരു പണസമ്പാദന മാർഗ്ഗമായിട്ട് നല്ലല്ലോ കാണുന്നത്. ഇപ്പോൾ യൂട്യൂബിന് അതിൽ നിന്ന് കൊട്ടക്കണക്കിന് ഇത് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് കൊട്ടക്കണക്കിന് കിട്ടും എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. ഞാനത് നിങ്ങളെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണിക്കാം. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന് എത്ര ഡോളറാണ് ഇതിനകത്ത് കിട്ടുന്നതെന്നൊക്കെയുള്ള സംഗതി ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ തലയിൽ കൈ വെക്കും, എൻ്റെ ദൈവമേ ഈ മനുഷ്യൻ ഇത്രയും കിടന്ന് അലച്ചിട്ടും ഇത്രയാണ് യൂട്യൂബിനകത്ത് നിന്ന് കിട്ടുന്നതെന്ന് നിങ്ങൾ തന്നെ തലയിൽ കൈ വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇൻട്രാഡേ ലെവലിലോട്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വീക്കിലി ബേസിലുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ടിട്ടാൽ ഞാനത് വരച്ച് കാണിക്കാം, വരയ്ക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കറക്റ്റ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നോക്കിക്കേ, ഇവിടുന്ന് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്നോട്ടെ, ചുമ്മാ അത് ഞാൻ വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്നും ഇങ്ങനൊരു സംഭവം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എൻ്റെ കണ്ണിൽപ്പെട്ടൊരു സാധനമാണ് ഈ സാധനം. ഓക്കെ, എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ട്രെൻഡ് ലൈനാണിത്. ഇതെന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് മാർക്കറ്റ് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്താൽ, ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ഈ ട്രെൻഡാണ്. ഈ ട്രെൻഡും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓൾ ടൈം ഹൈ ആയിരിക്കും. ഓക്കെ, നമ്മളതിന് കൂടുതൽ ഡയലോഗ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ രണ്ട് കാര്യമുള്ളൂ. ഞാനിതിനെ കളർ ചെയ്യാൻ വേണമെന്ന് മാറ്റിയേക്കാം, എല്ലാം കൂടെ കിടന്ന് അടിക്കണ്ട, നീല കളറാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡാണ് ഈ നമ്മൾ പ്രധാനപ്പെട്ട ഡേ വൈസിൽ ശ്രദ്ധിക്കേണ്ടത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, താഴെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ട്രെൻഡ് പൊട്ടിച്ച് മേലോട്ട് പോകണം, ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് മേലോട്ട് പോകണം, ഇവിടെ നിന്ന് ഇങ്ങനെ റീടെസ്റ്റ് എടുത്ത് മേലോട്ട് പോകണം, ഇല്ലേ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് ഇതാണ്, സെക്കൻഡ് സപ്പോർട്ട് ഇതാണ്, ചെറിയ സപ്പോർട്ടാണിത്. എന്തെങ്കിലും നമുക്കിവിടെ വരച്ചിട്ടേക്കാം.
ഇത് സെക്കൻഡ് സപ്പോർട്ടാണിത്. തേർഡ് സപ്പോർട്ട് നമുക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ സാധനം താഴെ അങ്ങ് പൊക്കോളൂ, ഒന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മുകളിലോട്ടുള്ളത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇത് നെക്സ്റ്റ് ട്രെൻഡ് പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ഇടക്കാല ഒരു മിനിറ്റിൻ്റെ സ്റ്റോപ്പ് ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാഡേ നാളെ തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ സംസാരങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ഇതാണ് ഈ ലെവലാണ്. ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. മുകളിലോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 744 വേണ്ട, ഈ ലൈൻ ഇത്രയും മതി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിങ് സോണാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. ഇതിന് മുകളിലോട്ട് മാത്രമേ ട്രേഡ് ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമായിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 721 751 വേണ്ട, ഇത്രയും പോട്ടെ. 770, നെക്സ്റ്റ് 850. ഓക്കെ, 850 അടുത്ത ടാർഗറ്റ്. ഓക്കെ, ഇനി നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ മുകളിൽ ഇവിടെ സാധനം കിടപ്പുണ്ട്. ട്രെൻഡ് ലൈൻ 25,000 ആണ് നമ്മളുടെ മെയിൻ സാധനം. 25,000 ഇച്ചിരി കാനപ്പിച്ചിട്ടേക്കാം, ഗ്രീൻ കളർ. 25,000 ആണിത്. ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അപ്പോൾ ഞാനൊന്ന് വരച്ചിട്ടേക്കട്ടെ. താഴോട്ടൂടെ നോക്കാം. താഴോട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് താഴോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ലൈനാണ്, ഇവിടം വരെ ഉള്ളൂ. സെക്കൻഡ് ടാർഗറ്റ് ഇവിടം വരെ ഉള്ളൂ. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ഇതാണ് തേർഡ് ടാർഗറ്റ്. ഓക്കെ, കാരണം ഇതിങ്ങനെ നിൽക്കുക കണ്ടോ, ഇത് നല്ല സപ്പോർട്ടാണ്. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അടുത്ത ടാർഗറ്റ് ഇതാണ്. ഓക്കെ, ചുമ്മാ വരയ്ക്കുന്നൊന്നും അല്ലേ, സപ്പോർട്ട് കണ്ടിട്ട് തന്നെ വരയ്ക്കുന്നത്. എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഉടക്കണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ടാട്ടോ. അല്ലാതെ ഞാൻ ചുമ്മാ പൊട്ടൻ്റെ മൊബൈൽ പോലും വരയ്ക്കുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ഈ രണ്ട് ടാർഗറ്റ് വേണ്ടിയതാണ്. 24,629 പൊട്ടണം. ഓക്കെ, എന്നെങ്കിൽ അടുത്ത 24,561, അടുത്ത് 24,521, പിന്നെ അടുത്തത് താഴോട്ട് വരച്ചാൽ 24,442, അടുത്തത് 24,377. ചുമ്മാ അങ്ങ് വരച്ചിട്ടേക്കാം, പ്രതീക്ഷയല്ലേ എല്ലാം. അടുത്ത 24,295 കിടക്കട്ടെ അവിടെ. ഇനി നമുക്ക് മുകളിലോട്ട് നോക്കാം. മുകളിലോട്ട് എന്താണ്? മുകളിലോട്ട് ടാർഗറ്റ് 1 എത്രയാണ്? മുകളിലോട്ട് ടാർഗറ്റ് നമുക്ക് 24,769. അടുത്തത് 24,850. അടുത്ത് അതും കഴിഞ്ഞാൽ 25,000. 25,000 നമ്മുടെ അടുത്ത കടമ്പ. 25,000 മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരെണ്ണം കിടക്കട്ടെ ഇവിടെ. ഇതാ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇത്രയും കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് തട്ടി തിരിച്ച് താഴെ വരുമോ, അല്ല ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നോക്കണം, അല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തോ, അല്ലെ തിരിച്ച് പോകാമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് നിങ്ങൾക്ക് മേലോട്ട് ട്രേഡ് എടുക്കാം. ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ല പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ട്രേഡ് എടുക്കാം. ഇത്രയാണ്
നിഫ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഇന്നതിൽ എൻ്റെ നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് കിട്ടും. അവിടെ ലൈവ് അപ്ഡേഷൻസ് കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ, നിങ്ങൾ ന്യായം പാലിച്ച് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നമുക്ക് ഒരു നല്ല ട്രേഡറാകാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഈ വീഡിയോ ഞാൻ ലോഡ് ചെയ്യും. 2 ദിവസം നിങ്ങൾക്ക് കാണാനും പഠിക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ.